കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥകളുടെ വിചാരമാണ് തുടരുന്നത്. പ്രഥമസ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. സരസ്വതി നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് വ്യാസമഹർഷിയുടെ ശമ്യാപ്രാസം എന്നു പേരായിട്ടുള്ള ആശ്രമം. ബദരി വൃക്ഷങ്ങൾ നിറഞ്ഞ ഏകാന്ത സ്ഥലമാണ് അത്. നാരദ മഹർഷി പോയതിനു ശേഷം വ്യാസമഹർഷി സരസ്വതി നദിയിലിറങ്ങി ആചമനം ചെയ്ത് തൻ്റെ ആശ്രമത്തിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്നു. ഭക്തി കൊണ്ട് മനസ്സിനെ അടക്കി ക്രമേണ അദ്ദേഹം ധ്യാനത്തിലൂടെ സമാധിയിൽ ലയിച്ചു. സമാധിയിൽ വ്യാസമഹർഷിക്ക് പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെയും ഭഗവാനെ ആശ്രയിച്ച മായാശക്തിയെയും കാണാൻ കഴിഞ്ഞു. ജീവൻ വാസ്തവത്തിൽ പരമാത്മതത്വം തന്നെയാണ്. എങ്കിലും മായയുടെ 3 ഗുണങ്ങളിൽ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെയുള്ള 3 ഗുണങ്ങളിൽ മയങ്ങിയതിനാലാണ് ബദ്ധനായി തീർന്ന് ദുഃഖം അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത ആത്മസ്വരൂപനായ ഭഗവാനിൽ ഭക്തിയോഗത്തെ അഭ്യസിക്കലാണ് ആത്മവിസ്മൃതിയാകുന്ന അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം എന്ന് ബോധിക്കാൻ കഴിഞ്ഞതായിട്ടുള്ള വ്യാസമഹർഷി തനിക്ക് സമാധിയിൽ അനുഭവപ്പെട്ടതായ ഭഗവാന്റെ ലീലകളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാഗവത പുരാണം നിർമ്മിച്ചു. ആ സംഹിതയെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ് എങ്കിൽ മനുഷ്യർക്ക് പരമപുരുഷനായ ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാലോ ശോകം, മോഹം, ഭയം ഇവ നശിക്കും. ഇപ്പൊ ഈശ്വരനിൽ ഭക്തി വേണ്ടത്ര ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ളതായ ഈ ശോകവും അതുപോലെ തന്നെ ഭയവും മോഹവും ഒക്കെ ക്രമേണ കുറഞ്ഞു വരും. ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ദുഃഖം, നീണ്ടു നിൽക്കുന്ന ദുഃഖത്തെയാണല്ലോ ശോകം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ ദുഃഖിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ലോകത്ത് അതിൻ്റെതായിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ചിലപ്പോൾ ഇഷ്ടങ്ങൾ സംഭവിക്കുന്നു, അനിഷ്ടങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഈ അനന്തമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഞാൻ ആരാണ്, എനിക്ക് എന്ത് സാമർഥ്യമാണുള്ളത് എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് പരിഭവപ്പെടാനുള്ളതാണ്? ഈ ലോകത്തിൻ്റെ കാലചക്രം തിരിക്കുന്നതിൽ തനിക്ക് എന്ത് സാമർഥ്യമാണുള്ളത്, താൻ എത്ര നിസ്സാരനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമല്ല, ഈശ്വരൻ നമുക്ക് നൽകിയതായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആരോഗ്യമുണ്ട്, ശരീരം നൽകി, നമ്മുടെ സാമാന്യമായിട്ട് അച്ഛൻ, അമ്മ, മാതാ, അതുപോലെ മറ്റുള്ള ബന്ധുക്കൾ, ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ എത്രയോ നമുക്ക് വാരിക്കോരി നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ദുഃഖിക്കുന്ന സമയത്ത് നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ പരിമിതികളെക്കുറിച്ച് ഒക്കെ ആലോചിച്ച് നാം സങ്കടപ്പെടുന്ന സമയത്ത് ഇതൊന്നുമില്ലാതെ വളരെ ശോചനീയമായ അവസ്ഥയിൽ എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് അപ്പോൾ മനസ്സിലാവും. അസുഖബാധിതരായി എത്രയോ ആളുകൾ മാറാരോഗങ്ങളാൽ ദുഃഖിക്കുന്നു. വയ്യാതെ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ എത്രയോ ആളുകൾ നാളുകളോളം രോഗത്തിൻ്റെ പീഡനം അനുഭവിച്ചുകൊണ്ട് ദുഃഖിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും.
അതുകൊണ്ടാണ് ഈ ഭക്തി ഉണ്ടാകുന്ന സമയത്ത് മനസ്സ് വിശാലമാകും. ആ വിശാലമാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും വിചാരം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ ഈ ശോകവും, മോഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക വിഷയങ്ങളെ തെറ്റിദ്ധരിച്ച് അതിൻ്റെ പിന്നാലെ അത് തന്നെ സുഖിപ്പിക്കുമെന്ന് വിചാരിച്ച് അന്ധമായിട്ട് ഓടുന്നതിനെയാണ് മോഹമെന്ന് പറയുന്നത്. അതും കുറയും. പിന്നെ ഒന്നിലും ഭയം ഉണ്ടാവില്ല. കാരണം സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ സംരക്ഷണം തനിക്കുണ്ട് എന്ന് ഒരു ദൃഢനിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനു ഭയക്കാനാണ്? അപ്പം ഇതൊക്കെ ഭക്തി വന്നു കഴിയുന്ന സമയത്ത് ഇല്ലാതെയായി തീരും. അങ്ങനെ ഭാഗവതത്തെ നിർമ്മിച്ച് അതിനെ നല്ലപോലെ പരിശോധിച്ചതിന് ശേഷം വേദവ്യാസ മഹർഷി സംസാര നിവൃത്തനും തൻ്റെ പുത്രനുമായിരിക്കുന്ന ശ്രീ ശുകനെ അത് പഠിപ്പിച്ചു. എപ്പോഴും നിവൃത്തിധർമ്മത്തിൽ, അതായത് മനസ്സടക്കി ആത്മവിചാരം ചെയ്യുന്നതിൽ വ്യാപൃതനും പ്രപഞ്ച വസ്തുക്കളിലൊക്കെ ഉപേക്ഷയോട് കൂടിയവനുമായിരിക്കുന്ന ആത്മാരാമനല്ലേ ശ്രീ ശുക മഹർഷി? ഇവിടെ പരീക്ഷിച്ച് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശ്രീ ശുക മഹർഷി നിവൃത്തിധർമ്മത്തിൽ, വേദാന്ത വിചാരത്തിൽ ശ്രദ്ധയോടുകൂടിയവനാണ്. പ്രപഞ്ച വസ്തുക്കളിലൊക്കെ ഉപേക്ഷയോടുകൂടിയവനാണ്, ആത്മാരാമനാണ്. അങ്ങനെയുള്ള അദ്ദേഹം ഇത്രയും വലിയ ഈ ഭാഗവത ഗ്രന്ഥം പഠിക്കാൻ എന്താണ് കാരണം എന്ന് ശൗനക മഹർഷി സൂതനോട് ചോദിക്കുകയാണ്. അത് ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ചോദ്യം ചോദിച്ച സമയത്ത് അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ഈ ആത്മാരാമന്മാരും, ശ്രീശുകൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ ആത്മാരാമന്മാരും അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥി നശിച്ചവരുമായിട്ടുള്ള മഹർഷിമാർ പോലും ഭഗവാനിൽ ഭക്തി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പം അത്രയും ഉന്നത കോടിയിലുള്ള ആളുകൾ പോലും ഭഗവത് ഭക്തിയെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആത്മാരാമന്മാരായിട്ടുള്ള ജ്ഞാനികളെ പോലും ആകർഷിക്കത്തക്ക ഗുണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. ആ ഭഗവാനിലാണല്ലോ പ്രേമുണ്ടാകുന്നത്. അപ്പോൾ ജ്ഞാനികളാന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത്. ആ ഭഗവാന്റേതായിട്ടുള്ള ഗുണങ്ങളും മഹിമകളും അവരെ പോലും ആകർഷിക്കുന്നതാണ്. പിതാവായ വ്യാസമഹർഷിയിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞ ശുകൻ വിചാരിക്കുകയാണ്, ആത്മാരാമനായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ ആത്മസമാധിയിൽ ആത്മ ആനന്ദം അനുഭവിക്കുന്നതായിട്ടുള്ള അതേ അനുഭവം തന്നെയാണ് എനിക്ക് ഭാഗവതം കേൾക്കുമ്പോഴും കീർത്തിക്കുമ്പോഴും കിട്ടുന്നത്. ഞാൻ നിർവികൽപ്പ സമാധിയിൽ മുഴുകി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സുഖം എനിക്ക് മാത്രമല്ലേ അനുഭവപ്പെടുള്ളൂ. അതേസമയം ഭാഗവതം പഠിച്ച് ഞാൻ അത് ലോകത്തിന് ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമല്ലോ. ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഭക്തന്മാർക്ക് എന്നും ഹിതകാരിയായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി ഈ ഭാഗവതം പഠിച്ചത് എന്ന് പറയുകയാണ്. ഇനി ഞാൻ പരീക്ഷത്തിൻ്റെ കഥയും പാണ്ഡവരുടെ അവസാനകാല ചരിത്രവും അങ്ങേക്ക് പറഞ്ഞു തരാം. അവയൊക്കെ ശ്രീകൃഷ്ണ കഥകളോട് ബന്ധപ്പെട്ടവയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാഭാരത യുദ്ധം 18 ദിവസം നീണ്ടുനിന്നു. 18ാമത്തെ ദിവസം ഭീമസേനന്റെ ഗദാപ്രഹരമേറ്റ് കാൽത്തൊടയുടെ എല്ലൊടിഞ്ഞ് ദുര്യോധനൻ യുദ്ധക്കളത്തിൽ വീണു. അതോടെയാണ് ഭാരത യുദ്ധം അവസാനിക്കുന്നത്. ജയിച്ച പാണ്ഡവന്മാർ ശേഷിച്ച സൈന്യത്തോടു കൂടിയിട്ട് അവരവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കൗരവപക്ഷത്തിലാകട്ടെ 3 പേര് മാത്രമാണ് ബാക്കിയായത്. അശ്വത്ഥാമാവ്, കൃപര്, കൃതവർമാവ്. ഈ 3 പേര് മാത്രമേ കൗരവപക്ഷത്ത് ബാക്കിയായിട്ടുള്ളൂ. മറ്റെല്ലാവരും മരിച്ചു. ഒരു യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാമാണെങ്കിലും ആത്യന്തികമായി ദുഃഖവും നാശവും വേദനകളുമാണ് സമ്മാനിക്കുന്നത്. ബുദ്ധിയുള്ളവരായിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ളവരായ സമാജം ഈ വക യുദ്ധങ്ങളും ക്ലേശങ്ങളും ഒഴിവാക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇന്നും നോക്കിയാൽ അറിയാം, എത്രയോ തരത്തിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകത്ത് നടക്കുന്നു. ഇതെന്തിനു വേണ്ടിയാണ് നടക്കുന്നത്? പരസ്പരമുള്ള മത്സരം, മറ്റുള്ളവരെ കീഴടക്കാൻ വേണ്ടി, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി എത്രയോ കോടിക്കണക്കിനായിട്ടുള്ള ധനം ചെലവഴിക്കുന്നു. വാസ്തവത്തിൽ ഈ യുദ്ധങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്നതായിട്ടുള്ള ധനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ
ലോകത്തിൻ്റെ പട്ടിണി തന്നെ മാറ്റാം, അല്ലെങ്കിൽ ലോകത്തിന് വളരെ മനോഹരമായിട്ടുള്ളൊരു ലോകം കെട്ടിപ്പടുക്കാനുള്ള അത്രയും സമ്പത്ത് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നും വിനിയോഗിക്കുന്നു. ഇവിടെയാണ് ഭാഗവതമൊക്കെ പഠിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഭാഗവതമൊക്കെ ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി നമുക്ക് പകർന്നു നൽകുന്നതായിട്ടുള്ള സന്ദേശം, കാലികമായ പ്രസക്തിയോട് കൂടിയതായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. ലോകത്തിന് മുഴുവൻ പകർന്നു നൽകുന്നതായിട്ടുള്ള സന്ദേശമാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ, അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നതാണ് എന്ന് ഇന്നും ആധുനിക ചിന്താകാരന്മാരായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ സംഘർഷങ്ങളല്ല ലോകത്ത് വേണ്ടത്, മറിച്ച് വിശംഭവത്യേക നീടം, വൈവിധ്യങ്ങളോട് കൂടിയതായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ കുടുംബമായിട്ട്. അതുകൊണ്ടാണ് ലോകമേ തറവാട് എന്ന് വെള്ളത്തോൾ പറഞ്ഞത്. ആ വെള്ളത്തോൾ പറഞ്ഞത് വേദവാക്യത്തിൻ്റെ വിശംഭവത്യേക നീടം എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടിനെ മലയാളത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയതാണ്. ലോകത്ത് എവിടെയാണെങ്കിലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, പരസ്പരം വിദ്വേഷങ്ങളില്ലാതെ, മത്സരമില്ലാതെ സന്തോഷമായിട്ട് എന്നാണ് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നത് ഈ രാഗദ്വേഷ മതമത്സരാദികളാണ് നമ്മുടെ സകല അനർത്ഥങ്ങൾക്കും കാരണം. അതിന് കാരണമായിരിക്കുന്നതാകട്ടെ സങ്കുചിത ചിന്താഗതികളാണ്. സങ്കുചിത ചിന്താഗതികൾക്ക് കാരണം മനുഷ്യനിൽ ഈ ഒരു ആത്മീയ സംസ്കാരമില്ലാത്തതാണ്. ആത്മീയ സംസ്കാരം വരുമ്പോൾ മനസ്സ് വിശാലമാകും എന്നുള്ള കാഴ്ചപ്പാടാണ് നൽകുന്നത്. അപ്പോൾ ഇവിടെ 18 അക്ഷൗഹിണി സൈന്യങ്ങൾ നിരന്നു നിന്ന് യുദ്ധം ചെയ്തു. അതിൽ 11 അക്ഷൗഹിണി സൈന്യങ്ങളും കൗരവപക്ഷത്തായിരുന്നു. പക്ഷേ ശേഷിച്ചത് വെറും 3 പേരാണ്. ലക്ഷക്കണക്കിന് സൈന്യങ്ങളാണുള്ളത്. ഈ ലക്ഷക്കണക്കിന് സൈന്യങ്ങളിൽപ്പെട്ട ആളുകളുടെ അച്ഛന്മാർ നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ മക്കൾ നഷ്ടപ്പെടുന്നു, സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നു. എത്രയോ കുട്ടികൾക്ക് അച്ഛനില്ലാതെയായിത്തീരുന്നു, എത്രയോ സ്ത്രീകൾ വിധവകളായിത്തീരുന്നു. ഇങ്ങനെ അതിൻ്റെ ഒരു ബാക്കി പത്രം, ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു യുദ്ധം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബാക്കി പത്രം എത്ര വലിയ ദുരന്തങ്ങളാണെന്ന് ഓർത്തു നോക്കൂ. ഇവിടെയും അതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ യുദ്ധങ്ങളും സംഘർഷങ്ങളും വാസ്തവത്തിൽ ആരാണ് ജയിക്കുന്നത്? മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ ജയിച്ചു എന്ന് പറയണു. ആ യുദ്ധത്തെക്കുറിച്ച് ഓർത്ത് തന്നെ യുധിഷ്ഠിരൻ ദുഃഖിതനായിത്തീരുന്നത് നമുക്ക് മഹാഭാരതത്തിൽ കാണാം. കാരണം ആത്യന്തികമായി വലിയൊരു പരാജയമാണ് ഉണ്ടാകുന്നത്. ഈ വൈധവ്യത്തിന്, ഈ കുരുതിക്ക് എല്ലാം താനും കൂടി ഉത്തരവാദിയാണല്ലോ എന്നുള്ള ചിന്ത യുധിഷ്ഠിരനെ മഥിച്ചതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വലിയ ദുഃഖഭാരം അനുഭവിക്കുന്ന ആളായി മാറിയത്. ഈ ലോകത്തെ എല്ലാ കാലത്തും ഇങ്ങനെയാണ്. അപ്പം ഇവിടെ അശ്വത്ഥാമാവും കൃപരും കൃതവർമാവുമാണ് മാത്രമാണ് ബാക്കിയായത്. സന്ധ്യാസമയത്ത് ആരുമില്ലാതിരുന്ന സമയത്ത് അവർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് കാലിൻ്റെ തുടയലൊടിഞ്ഞ് വേദന കൊണ്ട് പുളയുന്നതായിട്ടുള്ള ദുര്യോധനെ കണ്ട സമയത്ത് ദുഃഖത്തിനും കോപത്തിനും അടിമപ്പെട്ടതായിട്ടുള്ള അശ്വത്ഥാമാവ് കൃപരോടും കൃതവർമാവിനോടും ഒന്നിച്ച് അർദ്ധരാത്രിയിൽ പാണ്ഡവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഏകഛത്രാധിപതിയായിട്ട് രാജ്യം മുഴുവൻ ഭരിക്കണമെന്ന് വിചാരിച്ചതായിട്ടുള്ള ദുര്യോധനൻ, അതിനുവേണ്ടി എന്ത് നീചപ്രവൃത്തികളും ചെയ്യാൻ മടിയില്ലാതിരുന്ന ദുര്യോധനൻ, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ കൊല്ലാൻ പരിശ്രമിച്ചത്. അതുപോലെ തന്നെ വനവാസത്തിന് പോയ സമയത്ത് അവിടെ വെച്ച് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പാണ്ഡവർക്ക് സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല. പകുതി രാജ്യമോ ഇനി 5 ഗ്രാമമോ അല്ലെങ്കിൽ ഏതെങ്കിലും 1 ഗ്രാമമോ, അല്ലെങ്കിൽ അവസാനം ഭഗവാൻ പറയുന്നു 5 വീടുകളെങ്കിലും കൊടുക്കൂ എന്ന് പറയുന്ന സമയത്താണ് ദുര്യോധനൻ പറയുന്നത് സൂചി കുത്താൻ പോലും പാണ്ഡവർക്ക് സ്ഥലം കൊടുക്കില്ല എന്ന് വാശി പിടിച്ചതിൻ്റെ പരിണത ഫലമായിരുന്നു മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിലാണ് ഏകഛത്രാധിപതിയായിട്ട് സിംഹാസനത്തിലിരുന്ന് വാഴാൻ കൊതിച്ചതായിട്ടുള്ള ദുര്യോധനൻ വെറും മണ്ണിൽ തൻ്റെ തുടയലിൽ തകർന്ന് അവിടെ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള രക്തമൊന്ന് തടയാൻ കഴിയാതെ
തൻ്റെ പച്ചമാംസം കൊത്തിവലിക്കാൻ വരുന്നതായിട്ടുള്ള കഴുകനെയും അതുപോലെ തന്നെ കുറുക്കനെയും കുറുനരിയെയും ഓടിക്കാൻ ശേഷിയില്ലാതെ അനാഥനായിട്ട് യുദ്ധക്കളത്തിൽ കിടക്കുന്നത്. ഈ മത്സരത്തിൻ്റെയൊക്കെ പരിണത ഫലം ഇതാണ്. അത് കണ്ടിട്ടാണ് ഈ അശ്വത്ഥാമാവിനും മറ്റുള്ളവർക്കും വലിയ ദുഃഖമുണ്ടായത്. അതിന് പ്രതികാരം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പാണ്ഡവരോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അശ്വത്ഥാമാവ് കൃപരെയും കൃതവർമാവിനെയും കൂട്ടി അർദ്ധരാത്രിയിൽ പാണ്ഡവരുടെ കൂടാരങ്ങളിൽ പ്രവേശിച്ച് ആ യുദ്ധം കഴിഞ്ഞതായിട്ടുള്ള തളർച്ചയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതായിട്ടുള്ള എല്ലാവരെയും കൊന്നു. പാഞ്ചാലിയുടെ മക്കള്, ബാക്കി ശേഷിച്ചതായിട്ടുള്ള സൈനികര്, ഇവരെയൊക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊന്നു എന്ന് മാത്രമല്ല, ആ ശിബിരത്തിന് അല്ലെങ്കിൽ കൂടാരത്തിന് തീ വെച്ച് ബാക്കിയുള്ളവരെ ജീവനോടുകൂടി കത്തിക്കുകയും ചെയ്തു. പാഞ്ചാലിയുടെ 5 പുത്രന്മാർ ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി തുടങ്ങി പാണ്ഡവപക്ഷത്തിൽ ശേഷിച്ചവരൊക്കെ അതിൽപ്പെട്ടും മരിച്ചു. പാണ്ഡവരെയും സാത്വികയെയും ഭഗവാൻ കൂടാരത്തിൽ നിന്ന് നേരത്തെ മാറ്റിയിരുന്നു. അതുകൊണ്ട് അവർ മാത്രം രക്ഷപ്പെട്ടു. ഭഗവാൻ യുദ്ധം കഴിഞ്ഞ ആ രാത്രി പാണ്ഡവരെയും സാത്വികയെയും കൂട്ടി ശിബിരത്തിൽ നിന്ന് പുറത്തു മാറി വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് വിശ്രമിച്ചിരുന്നത്. കാരണം ഒരു ചതി എപ്പോഴും ഭഗവാൻ പ്രതീക്ഷിച്ചിരുന്നു കൗരവരിൽ നിന്ന്. അതാണ് ഭഗവാന്റെ ഒരു മഹിമ. എല്ലാ കാര്യങ്ങളെയും ദീർഘവീക്ഷണത്തോടു കൂടി മുൻകൂട്ടി കാണാനുള്ള കഴിവ് കൃഷ്ണനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ മാത്രം രക്ഷപ്പെട്ടു. നേരം പുലർന്നു. രാത്രി ഉടങ്ങിക്കിടന്നിരുന്ന തൻ്റെ പുത്രന്മാർ ദാരുണമായി വധിക്കപ്പെട്ട വിവരം അടുത്ത ദിവസം രാവിലെയാണ് പാഞ്ചാലി അറിയുന്നത്. യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ സന്തോഷ വാർത്ത കേട്ട് സന്തോഷിക്കാനിരുന്നതായിട്ടുള്ള പാഞ്ചാലി കേൾക്കുന്നത് തൻ്റെ 5 മക്കൾ അതിദയനീയമായി കൊല ചെയ്യപ്പെട്ട കാര്യമാണ് കേൾക്കുന്നത്. ദുഃഖം താങ്ങാൻ കഴിയാത്ത പാഞ്ചാലി ദയനീയമായിട്ട് ആർത്തയായിട്ട് വിലപിക്കുകയാണ്. ദ്രൗപദിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അർജുനൻ പറയുകയാണ്, ഹേ പാഞ്ചാലി, ഞാൻ വിചാരിച്ചാൽ നിന്റെ മരിച്ചുപോയിട്ടുള്ള കുട്ടികളെ ജീവിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുട്ടികളെ വെട്ടിക്കൊന്ന നീചരിൽ നീചനായിരിക്കുന്ന അശ്വത്ഥാമാവിൻ്റെ തല ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാം. അതിൽ ചവിട്ടി കയറി ഇരുന്നു കൊണ്ട് വേണം നീ മരിച്ച നിന്റെ പുത്രന്മാർക്ക് ശേഷക്രിയ ചെയ്യാൻ എന്നിങ്ങനെ വീരനായ അർജുനൻ പറഞ്ഞു. അതിനുശേഷം അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അതിവേഗത്തിൽ പായുന്ന ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് അശ്വത്ഥാമാവ് ഓടിച്ചു പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണാർജുനന്മാരാണ് അശ്വത്ഥാമാവിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഭഗവാൻ തെളിക്കുന്ന തൻ്റെ തേരിലേറി അർജുനൻ അശ്വത്ഥാമാവിനെ പിന്തുടർന്നു. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവിൻ്റെ കുതിര തളർന്നു വീണു. അർജുനൻ തന്നെ പിടിക്കും എന്ന നില എത്തി. കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി മുൻപിൽ കണ്ട ഒരു നദിയിലിറങ്ങി ആചമനം കഴിച്ച് അശ്വത്ഥാമാവ് അർജുനന്റെ നേരെ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിക്കുകയാണ്. എന്നാൽ അശ്വത്ഥാമാവിന് ആ ദിവ്യാസ്ത്രം പ്രയോഗിക്കാൻ മാത്രമേ അറിയൂ, പിൻവലിക്കാനുള്ള മന്ത്രം അശ്വത്ഥാമാവിന് അറിയില്ല. അശ്വത്ഥാമാവിൻ്റെ പിതാവാണ് ദ്രോണാചാര്യൻ. എങ്കിലും തൻ്റെ പുത്രന് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിക്കാനുള്ള വിദ്യ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതിനെ പിൻവലിക്കാൻ ഉള്ള വിദ്യ പറഞ്ഞു കൊടുത്തിട്ടില്ല. വാസ്തവത്തിൽ ഒരു യോദ്ധാവ് ഒരു ആയുധം പ്രയോഗിക്കണമെങ്കിൽ അന്നത്തെ യുദ്ധ നിയമപ്രകാരം ആ ആയുധത്തെ പ്രയോഗിക്കാനും അതിനെ തിരിച്ച് ഉപസംഹരിക്കാനും അല്ലെങ്കിൽ പിൻവലിക്കാനോ ഉള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ അതിനെ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അന്നത്തെ ആ ഒരു നിയമസംഹിത, യുദ്ധ നിയമങ്ങൾ. അപ്പോൾ ഈ അശ്വത്ഥാമാവിന് പൂർണ്ണ വിശ്വാസമില്ലാത്തതായിട്ടുള്ള ദ്രോണാചാര്യര് അതിൻ്റെ പകുതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ആ അസ്ത്രം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഉപസംഹരിക്കാൻ അറിയാത്തതായിട്ടുള്ള ദിവ്യാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് യുദ്ധ നിയമം എന്ന് പറഞ്ഞു. അതിനെ അവഗണിച്ചുകൊണ്ടാണ് അശ്വത്ഥാമാവ് ആ ദിവ്യാസ്ത്രം പ്രയോഗിച്ചത്. പ്രളയാഗ്നി പോലെ എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ കരുത്തുള്ള ഒരു ദിവ്യാസ്ത്രം കത്തിജ്വലിച്ചുകൊണ്ട് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന കണ്ട അർജുനൻ പരിഭ്രാന്തനായി ഭഗവാനോട് പറയുന്നുണ്ട്, ലോകങ്ങൾക്ക് മുഴുവൻ അഭയം നൽകുന്നവനായിട്ടുള്ള ഭഗവാനെ കൃഷ്ണ,
സംസാരത്തിൽ നേറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീവന്മാർക്ക് അവിടുന്ന് ഒരാൾ മാത്രമാണല്ലോ മോക്ഷാനുഭൂതി നൽകി അനുഗ്രഹിക്കാൻ ശക്തനായിട്ടുള്ള ആള്. അങ്ങയുടെ ജ്ഞാനശക്തി കൊണ്ട് മായയെ തള്ളിക്കളഞ്ഞ് അങ്ങ് ആത്മസ്വരൂപത്തിൽ സദാ സ്ഥിതി ചെയ്യുന്നുണ്ട്. മായ കൊണ്ട് മയങ്ങിയ ജീവന്മാർക്ക് ശ്രേയസ്കരമായിട്ടുള്ള ധർമ്മത്തെ വേദത്തിലൂടെ ഉപദേശിച്ചിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അങ്ങയുടെ ഈ അവതാരം അധർമ്മികളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് അനുഗ്രഹിക്കാനും നിഷ്കാമ ഭക്തന്മാർക്ക് ധ്യാനിക്കാനും കൂടി വേണ്ടിയല്ലേ? ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാനെ 4 ഭാഗത്തും കത്തിജ്വലിച്ചുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഈ ഉഗ്ര തേജസ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. അപ്പം ഇവിടെ വാസ്തവത്തിൽ അർജുനന് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രമൊക്കെ നല്ല പരിചയമുള്ളതാണ്. പല പ്രാവശ്യം അതിനെ കണ്ടിട്ടുള്ളതാണ്. യുദ്ധകലയിൽ പ്രാവീണ്യം നേടിയതായിട്ടുള്ള അർജുനന് പരിചയമില്ലാത്ത ഒരു അസ്ത്രവുമില്ല. എന്നാൽ ഇപ്പം അർജുനൻ്റെ മാനസിക നില ശരിയല്ല എന്നുള്ളതാണ്. കാരണം തൻ്റെ കുട്ടികളടക്കമുള്ള പാഞ്ചാലിയുടെ കുഞ്ഞുങ്ങളെ കൊന്നതായിട്ടുള്ള ആ അശ്വത്ഥാമാവിനോടുള്ള പ്രതികാരം അദ്ദേഹത്തിൻ്റെ ആ മനസ്സിനെ മുഴുവൻ കലക്കി മറിച്ചിരിക്കുകയാണ്. നമുക്കും അങ്ങനെയാണെങ്കിൽ ആണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അഗാധമായിട്ടുള്ള ക്രോധമോ വ്യസനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാവങ്ങൾ വളരെയധികം വന്ന് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞാൽ, ബുദ്ധിയുടെ ആ സ്ഥിരത നഷ്ടമായി കഴിഞ്ഞാൽ നമുക്കും പല കാര്യങ്ങളും വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ സാധിക്കില്ല. കാരണം അത് നമ്മുടെ അന്ധകരണത്തിൻ്റെ തകരാറാണ് ആ സമയത്ത്. ഇത് തന്നെയാണ് അർജുനനും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തിൻ്റെ പ്രഭാവത്തെ മനസ്സിലാക്കാൻ പോലും ഈ അർജുനന് സാധിച്ചില്ല. അങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, നീ എന്താ ഈ പറയണത്? ഇത് അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രമാണ്. നിനക്കറിയില്ലേ അത്? അയാൾക്കത് പിൻവലിക്കാൻ അറിയില്ല. ആപത്ത് വന്ന സമയത്ത് അത് നിന്റെ നേരെ പ്രയോഗിച്ചതാണ്. ഈ ബ്രഹ്മശിരസിനെ പ്രത്യസ്ത്രമില്ല, അതിനെ തടുക്കാൻ സാധിക്കില്ല. എന്നാൽ അതേ ദിവ്യാസ്ത്രം കൊണ്ട് അതിനെ തടുക്കൂ എന്ന് പറയുകയാണ്. അപ്പം അർജുനന് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിക്കാനും അറിയാം, അതിനെ ഉപസംഹരിക്കാനും അറിയാം. പക്ഷേ ഒരു നിമിഷം ഇതി കർത്തവ്യതാ മൂഢനായിപ്പോയി. ശാസ്ത്രത്തിൽ അതിനെ ഇതി കർത്തവ്യതാ മൂഢത എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റിയാക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള നമ്മുടെ ഒരു മൈൻഡിൻ്റെ അവസ്ഥ. കാരണം എന്താണെന്ന് കാര്യം മനസ്സിലാക്കി വേണ്ട സമയത്ത് പ്രതികരിക്കാനുള്ള സാമർഥ്യം നമ്മുടെ മനസ്സിന് നഷ്ടപ്പെടുന്നു. മനസ്സിൻ്റെ കുണ്ഠീഭാവം എന്ന് പറയും, കുണ്ഠത. എന്നാൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞുവല്ലോ. വലിയ സങ്കടമോ അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വിവേക ബുദ്ധി നഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരവസ്ഥ. ഇവിടെ ശോകവും ക്രോധവുമാണ് അർജുനനെ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ബാലൻസിങ് തെറ്റിയത് എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്ത് അർജുനന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവിടെ കൃഷ്ണൻ ഗുരുവായിട്ടും തൻ്റെ സാരഥിയായിട്ടും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആ ഭഗവാൻ അർജുനന് വേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുത്തപ്പോൾ അതാണ് നമ്മളൊക്കെ അങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കായി പോകുമ്പോൾ ഒറ്റൊരു ഗൈഡൻസ്, ഒരു പുഷ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കരകയറാൻ സാധിക്കും. പലപ്പോഴും അങ്ങനെയാണ് ലോകത്ത് വലിയൊരു ശതമാനം ആത്മഹത്യകൾ പോലും നടക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകുന്നു. ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, സമൂഹത്തിൽ എങ്ങനെ താൻ തല ഉയർത്തി നടക്കും എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും വരുമ്പോൾ ഇനി മരണം മാത്രമേ തൻ്റെ മുമ്പിലുള്ളൂ എന്ന് വിചാരിക്കുകയാണ് പലരും. എന്നാൽ ആ സമയത്ത് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ കഴിവുകളെക്കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്താൻ ഒരാളുണ്ട് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കയറി വരാൻ പലപ്പോഴും സാധ്യതകളുണ്ട്.
ഈ കൗൺസിലിങ്ങിലൊക്കെ ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് ഡോക്ടർമാരും പറയുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണുന്നത്. ഭഗവാൻ അവിടെ ഒരു നിമിഷം കൊണ്ട് അർജുനനോട് പറയുകയാണ്, ഇത് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രമാണ് അർജുന, നിനക്ക് ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം, നീ മറന്നുപോയോ എന്ന് ചോദിച്ച സമയത്ത് അർജുനൻ്റെ പ്രജ്ഞ, ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ തന്നെ അർജുനൻ അതേ ദിവ്യാസ്ത്രം കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം തന്നെ പ്രയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ അസ്ത്രമൊക്കെ അർജുനന് പരിചയമുള്ളതാണ്, പക്ഷെ മറന്നുപോയി. അങ്ങനെ ഈ രണ്ട് ബ്രഹ്മശിരസ് അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള അസ്ത്രം പ്രയോഗിച്ചു. ഈ രണ്ട് അസ്ത്രങ്ങളും കൂടി കൂട്ടിമുട്ടിയാൽ ലോകം നശിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, അശ്വത്ഥാമാവിന് അതിനെ ഉപസംഹരിക്കാൻ അറിയില്ല, പക്ഷെ നിനക്കറിയാം. അതുകൊണ്ട് ആ രണ്ട് അസ്ത്രങ്ങളെയും നീ ഉപസംഹരിക്കൂ, പിൻവലിക്കൂ. കാരണം അല്ലെങ്കിൽ ലോകത്ത് വലിയ നാശമുണ്ടാവും എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് അർജുനൻ ആ രണ്ട് അസ്ത്രങ്ങളെയും ഉപസംഹരിക്കുകയാണ്. അതോടുകൂടിയിട്ട് പരാജിതനായിട്ടുള്ള അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി കൈകൾ രണ്ടും പിന്നിലേക്ക് ചേർത്ത് അവിടെ തേരിൽ കെട്ടുകയാണ്. എന്നിട്ട് തേരിലിരുത്തിയിട്ട് അർജുനൻ പാഞ്ചാലി ഇരിക്കുന്നതായിട്ടുള്ള ആ കൂടാരത്തിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, പരമനീചനായിട്ടുള്ള ഈ ബ്രാഹ്മണ അധമനെ ഉടനെ തന്നെ കൊന്നോളൂ. കാരണം യാതൊരു തെറ്റും ചെയ്യാത്തവരും ഉറങ്ങിക്കിടക്കുന്നവരുമായിട്ടുള്ള കുട്ടികളെ കൊന്ന ദുഷ്ടനല്ലേ ഇവൻ. മദ്യപാനം കൊണ്ട് മത്തരായിരിക്കുന്നവൻ, കരുതലില്ലാതിരിക്കുന്നവൻ, ഭ്രാന്തൻ, ഉറങ്ങിക്കിടക്കുന്നവൻ, അതുപോലെ തന്നെ കുട്ടികൾ, സ്ത്രീകൾ, മൂഢരായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്തവർ, ശരണം പ്രാപിച്ചവർ, തേര് നഷ്ടപ്പെട്ടതായിട്ടുള്ള യോദ്ധാവ്, ഭീരുവായിട്ട് പിന്തിരിഞ്ഞോടുന്നവൻ, ഇവരൊക്കെ ശത്രുക്കളാണെങ്കിൽ പോലും ധാർമ്മികരായിട്ടുള്ള ആളുകൾ അവരെ കൊല്ലാറില്ല. മറ്റുള്ളവരെ കൊന്ന് സ്വന്തം ജീവൻ രക്ഷിക്കുന്നവനെ കൊല്ലുന്നത് അവന് തന്നെ ശ്രേയസ്കരമാണ്. പുത്രന്മാരെ കൊന്നതായിട്ടുള്ള ദുഷ്ടൻ്റെ തല ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് നീ പാഞ്ചാലിയോട് ഞാൻ കേൾക്കെ ശപഥം ചെയ്തില്ലേ? പാപിയും കുട്ടികളെ നിഷ്കരുണം വധിച്ചവനും സ്വന്തം കുലത്തിനു പോലും കളങ്കം ചേർത്തവനുമായിട്ടുള്ള ഈ പാപിയെ ഉടനെ കൊല്ലുന്നതാണ് നല്ലത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ധാർമ്മികതയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ പറഞ്ഞത്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ഗുരുപുത്രനായതുകൊണ്ട് അശ്വത്ഥാമാവ് അർജുനനെ കൊന്നില്ല. ഭഗവാൻ തെളിക്കുന്ന തേരിൽ അർജുനൻ കൂടാരത്തിന് മുമ്പിൽ ചെന്നിറങ്ങി ബന്ധനസ്ഥനായിരിക്കുന്ന അശ്വത്ഥാമാവിനെ പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. കൈകൾ ബന്ധിക്കപ്പെട്ടവനും താൻ ചെയ്ത നീചപ്രവൃത്തിയെ ഓർത്ത് ലജ്ജിതനായിട്ട് തല താഴ്ത്തി നിൽക്കുന്നവനുമായിട്ടുള്ള അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ നല്ലവളായ പാഞ്ചാലി വന്ന് ആ അശ്വത്ഥാമാവിനെ നമസ്കരിക്കുകയാണ്. ഗുരുപുത്രനെ ബന്ധിച്ചു കൊണ്ടുവന്ന പ്രവൃത്തി അനുചിതമായി തോന്നിയതായിട്ടുള്ള പാഞ്ചാലി അർജുനനോട് പറയുകയാണ്, ഇദ്ദേഹത്തെ വേഗത്തിൽ അഴിച്ചുവിടൂ, മുച്യതാമേഷ, ഇദ്ദേഹത്തെ അഴിച്ചുവിടൂ എന്ന് പറയുകയാണ്. കാരണം ബ്രാഹ്മണോ നിതരാം ഗുരു, ബ്രാഹ്മണൻ എല്ലാവർക്കും ഗുരുവായിട്ടുള്ള ആളാണ്. അങ്ങേക്ക് ധനുർവേദ രഹസ്യം മുഴുവൻ ഉപദേശിച്ചു തന്നതായിട്ടുള്ള ദ്രോണാചാര്യരുടെ മകനല്ലേ ഇദ്ദേഹം, ഗുരുപുത്രനല്ലേ. ദ്രോണര് മരിച്ചിട്ടും പതിവ്രതയായിട്ടുള്ള കൃപി ജീവിച്ചിരിക്കുന്നത് ഈ മകന് വേണ്ടിയാണ്. ധർമ്മത്തെ അറിയുന്ന അങ്ങ് ഒരിക്കലും ഗുരുവിൻ്റെ വംശത്തിന് ദുഃഖമുണ്ടാക്കി തീർക്കാൻ പാടില്ല. കുട്ടികൾ മരിച്ച ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. അശ്വത്ഥാമാവിനെ കൊന്നാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള കൃപി പുത്രൻ മരിച്ച ദുഃഖം അനുഭവിക്കേണ്ടി വരും. എനിക്കാണെന്നുണ്ടെങ്കിലോ മക്കൾ നഷ്ടമായെങ്കിൽ കൂടി എൻ്റെ ഭർത്താക്കന്മാർ എന്നെ സംരക്ഷിക്കാൻ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്നാൽ ഈ മകനും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അമ്മ അനാഥയായി തീരും. നിങ്ങളുടെ ഗുരുപത്നിയാണ് അനാഥയായി തീരുന്നത്, അത് വലിയ ദോഷത്തിന് കാരണമായി തീരും. അതുകൊണ്ട് അഴിച്ചുവിടും. ഒരിക്കലും അങ്ങനെ ആ കൃപി ദുഃഖിക്കാൻ ഇടവരരുത്. ബ്രാഹ്മണർ കോപിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയ വംശം സമൂലം നശിക്കും, അതിന് കാരണക്കാരനായി തീരരുത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ പാഞ്ചാലി പറഞ്ഞത് ധർമ്മവും ന്യായവും പരമാർത്ഥവുമായിരുന്നു.
അതിന് യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാര്, സാത്യകി, അർജുനൻ, ഭഗവാൻ കൃഷ്ണൻ തുടങ്ങി എല്ലാവരും അനുമോദിച്ചു. പാഞ്ചാലി പറഞ്ഞത് ന്യായമാണ്, ധർമ്മമാണ് എന്നും പറഞ്ഞു. തനിക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രയോജനവും ഇല്ലാത്ത നീചപ്രവൃത്തിയാണ് ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുക എന്നുള്ളത്. ആ കഠിന പ്രവൃത്തി ചെയ്തതായിട്ടുള്ള ഈ ദുഷ്ടനെ ഇപ്പൊ തന്നെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് ഭീമസേനൻ പറഞ്ഞു. പാഞ്ചാലി പറഞ്ഞതോ ഭീമൻ പറഞ്ഞതോ ഏതാണ് ചെയ്യേണ്ടത് എന്ന് സംശയിച്ചു നിൽക്കുകയാണ് അർജുനൻ. കാരണം രണ്ടുപേര് പറയുന്നതും ന്യായമായിട്ടുള്ളതാണ്. പാഞ്ചാലി പറഞ്ഞു ഗുരുപുത്രനാണ്, ബ്രാഹ്മണനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ കൂടിയിട്ട് ഭീമസേനൻ പറയുന്നത് ഇദ്ദേഹം ആതതായിയാണ്. ആതതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുവല്ലോ, അതായത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വധിക്കുക, വീടിന് തീ വയ്ക്കുന്ന ആളുകൾ, വിഷം കലർത്തി കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ, ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക, ഇവരെയൊക്കെ ആതതായി എന്നാണ് പറയുക. ആതതായിനം ആയാന്തം, ആതതായിയെ വിചാരം കൂടാതെ തന്നെ കൊന്നുകളയണം എന്നാണ് പറയുന്നത്. വിചാരണ കൂടാതെ തന്നെ കൊന്നുകളയണം ഈ ആതതായി ആയിട്ടുള്ള ആളുകൾ. കാരണം അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന് എല്ലാ കാലത്തും ദോഷമാണ് ചെയ്യുക. അതും ശാസ്ത്രപ്രമാണമാണ്. അതുകൊണ്ട് ഭീമൻ പറഞ്ഞതും ന്യായമായിട്ടുള്ളതാണ്, പാഞ്ചാലി പറഞ്ഞതും ന്യായമായിട്ടുള്ളതാണ്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് അർജുനന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഭഗവാൻ അർജുനോട് നോക്കിയിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് പറയുന്നുണ്ട്, അർജുന, ബ്രാഹ്മണൻ എത്ര തന്നെ നീചനാണെങ്കിൽ കൂടി അയാളെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് സ്മൃതികളിൽ ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണനെ ശരീരദണ്ഡം ഏൽപ്പിക്കരുതെന്നാണ് പറയുക. ബ്രാഹ്മണനുള്ള ശിക്ഷകൾ വേറെയുണ്ട്. എന്നാൽ ആതതായി, അതായത് കൊല്ലാൻ വരുന്നവൻ ആരായാലും അവനെ കൊല്ലണം എന്ന സ്മൃതിയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്നത്, കൊല്ലാൻ വരുന്ന ഒരാൾ അതാരാണെങ്കിലും അയാൾ തൻ്റെ ജീവൻ എടുക്കും എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല, തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ ആളെ കൊന്നുകളഞ്ഞേക്കാം എന്നുള്ളത് സ്മൃതിയിൽ അതും ഞാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്മൃതിവാക്യങ്ങൾക്കും വിരോധം വരാത്ത രീതിയിൽ യുക്തമായിട്ടുള്ളത് ചെയ്തോളൂ എന്ന് പറയണം. സ്മൃതിവാക്യങ്ങൾക്ക് വിരുദ്ധമാവരുത്, എന്നാൽ നിന്റെ ശപഥം സത്യമായി തീരുകയും വേണം. പാഞ്ചാലിക്കും ഭീമസേനനും ഇഷ്ടവും ആവണം. അങ്ങനെയുള്ള കാര്യം എന്താ വെച്ചാൽ ആലോചിച്ച് ചെയ്തോളൂ എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ കൂടെ നടന്ന് ഭഗവാന്റെ അഭിപ്രായത്തെയും ഭഗവാന്റെ ആശയങ്ങളെയും ഒക്കെ നന്നായിട്ട് അറിയുന്നതായിട്ടുള്ള അർജുനൻ ആ ഭഗവത് അഭിപ്രായം മനസ്സിലാക്കിയിട്ട് തൻ്റെ വാളെടുത്ത് അശ്വത്ഥാമാവിനെ വിരൂപനാക്കുകയാണ് ചെയ്യുന്നത്. വിരൂപനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിയും താടിമീശയൊക്കെ മുറിച്ച് മുണ്ടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശിരസിൽ ജന്മന ഒരു രത്നം ഉണ്ടായിരുന്നു, അത് കൈക്കലാക്കി. അതിനുശേഷം തേജസ്സും രത്നവും നഷ്ടപ്പെട്ടതായിട്ടുള്ള അശ്വത്ഥാമാവിനെ നാട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ ബ്രാഹ്മണര് കൊല്ലത്തക്ക രീതിയിലുള്ള തെറ്റ് ചെയ്താലും അവർ ശരീരദണ്ഡം ഏൽപ്പിക്കരുത്, അല്ലെങ്കിൽ കൊല്ലരുത് എന്നുള്ളതാണ് പണ്ടത്തേതായിട്ടുള്ള ധർമ്മ ശാസന. പിന്നെ അവർക്ക് എന്താണ് ചെയ്യുക? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആർക്കായിട്ടുള്ള ശിക്ഷ വേണം. അത് ബ്രാഹ്മണനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചെയ്ത തെറ്റിന് ശിക്ഷ എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ തലമുണ്ടനം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സ്വത്തെല്ലാം രാജാവ് പിടിച്ചെടുക്കുക, ഗവൺമെൻറ്റിലേക്ക് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ നാട് കടത്തുക. ഇതൊക്കെയാണ് അവർക്കുള്ള ശിക്ഷ. അപ്പോൾ ബ്രാഹ്മണനെ ഒന്നുകിൽ തലമുണ്ടനം ചെയ്യുക, സ്വത്ത് അപഹരിക്കുക. തലമുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ താടി മീശയൊക്കെ അവിടെയും ഇവിടെയൊക്കെ മുണ്ടനം ചെയ്ത്, മുഴുവനായിട്ടല്ല, അവിടെ ഇവിടെയൊക്കെ മുണ്ടനം ചെയ്ത് വിരൂപമാക്കി വിടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വത്ത് പിടിച്ചെടുക്കുക. അതാണ് വപനം, ദ്രവിണാദാനം, സ്ഥാനാൻ, നിര്യാപണം തഥ. വപനം ചെയ്യുക എന്ന് പറയും. അവിടെയും ഇവിടെയൊക്കെ മുണ്ടനം ചെയ്ത് താടി മീശയൊക്കെ പകുതി അവിടെയും ഇവിടെയൊക്കെ നിർത്തി പകുതി വാളുകൊണ്ട് മുണ്ടനം ചെയ്യുക.
അപ്പോൾ അത് ആര് കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ വലിയതായിട്ടുള്ളൊരു തെറ്റ് ചെയ്ത് ശിക്ഷിച്ചതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് യോഗ്യരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ അപമാനമാണ്. ദ്രവിണാദാനം, അവരെന്തെല്ലാം സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ രാജാവ് പിടിച്ചെടുക്കുക. പിന്നെയാണ് സ്ഥാനാനിര്യാപണം. സ്ഥാനാനിര്യാപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പദവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊക്കെ പുറത്താക്കുക. ഇപ്പോൾ ആചാര്യനോ അല്ലെങ്കിൽ അവിടെ രാജഗുരുവായിട്ടോ ഉപദേശകനായിട്ടോ എന്തെങ്കിലുമൊക്കെ പദവികൾ ഉണ്ടാവുമല്ലോ. യോഗ്യരായിട്ടുള്ള ബ്രാഹ്മണർക്ക് എന്തെങ്കിലുമൊക്കെ പദവികൾ കൊടുക്കാറുണ്ട്. ആ പദവികളിൽ നിന്നൊക്കെ അവരെ പുറത്താക്കുക. പോരാത്തതിന് സ്ഥാനാനിര്യാപണം എന്ന് പറഞ്ഞാൽ നാട് കടത്തുക എന്നും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷയെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കൊടുത്ത് നാടുകടത്തി. പിന്നെ മക്കളുടെ മരണം കൊണ്ട് ദുഃഖിതരായിട്ടുള്ള പാണ്ഡവരൊക്കെ പാഞ്ചാലിയുടെ ഒപ്പം മരിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശേഷക്രിയകളും ചെയ്തു എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 7-ാമത്തെ അധ്യായം ഉപസംഹരിക്കുന്നത്. 8-ാമത്തെ അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയും.